പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് സ്വാഗതം. കർക്കിടക മാസം അടുത്തുകൊണ്ടിരിക്കുന്ന വർഷകാലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയങ്ങളിൽ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ പൂർവികർ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടത്തുന്നൊരു കാര്യമാണ് എന്താ കർക്കിടകഞ്ഞി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്തായാലും കർക്കിടകഞ്ഞിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ധാരാളം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാനതൊന്ന് പരീക്ഷിക്കാം എന്നൊരു തീരുമാനത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനും കൂടെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഈ കർക്കിടകഞ്ഞി എന്താണ്, എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന രീതിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒരു പക്ഷേ എന്നെപ്പോലെ ധാരാളം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉപയോഗ രീതികളും എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ ഹോസ്പിറ്റലുമായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മളിതുവരെ കേൾക്കാത്ത, അറിയാത്ത, അല്ലെങ്കിൽ നമ്മളൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകൾ തൊട്ടുപുറകിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് കർക്കിടകഞ്ഞിയുടെ നല്ല മനോഹരമായ രീതിയിൽ ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു വിശദീകരണം ഞാൻ തരുന്നതിനേക്കാളേറെ ഇവിടെ ഒരാളുണ്ട്. പേരൊന്ന് പറഞ്ഞോളൂ. സായിദാസ്. ഓക്കെ. എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഇത് ഞങ്ങളുടെ ആയുർവേദൻ്റെ ഓൺ പ്രൊഡക്റ്റാണ്. നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ടാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്. കർക്കിടക കഞ്ഞി എന്ന് ഞങ്ങൾ നാട്ടിൽ പറയുന്നത്. ഓക്കെ ഓക്കെ. ഇതിൽ 7 പാക്കാണ് വരുന്നത്. 7 പേർക്ക് കഴിക്കാനുള്ള ഇത് വരുന്നുണ്ട്. ഓക്കെ. ഇതിൽ ധാന്യങ്ങളുണ്ട്, മരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കാണിക്കാമല്ലോ നമുക്കല്ലേ? ഇതാണ് ധാന്യക്കൂട്ട്. ധാന്യക്കൂട്ട്. ഇതിൽ എന്തൊക്കെയാ സംഭവം ഉണ്ടോ ഏകദേശം? ഇതിൽ ചെറുപയറുണ്ട്, അങ്ങനെയുള്ള പല പല ധാന്യങ്ങൾ. പിന്നെ മുകളിൽ കാണുന്നത് എന്താണ്? ഇതാണ് മരുന്ന്. മുകളിൽ കാണുന്നതാണ് മരുന്ന്. ഇത് ഒരാൾക്കുള്ളതാണ്. ഒരാൾക്ക്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത്? 7 എണ്ണം വരുന്നു. 7 എണ്ണം ഉണ്ടാവും. ഇത് സത്യത്തിൽ എത്ര ദിവസം ഉപയോഗിക്കണം എന്നുള്ള നിയമം ഉണ്ടോ? അങ്ങനൊന്നുമില്ല. 7 പേർക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കാം, അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന വെച്ചോ. എൻ്റെ വീട്ടിൽ 7 പേരുണ്ട്. ഞാൻ അതിലൊരു ബാഗറ്റ് പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഓരോ ബാഗ് അത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ചെയ്യണം എന്നുള്ള അങ്ങനല്ല. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇത് പിന്നെ എങ്ങനെ ഇപ്പോൾ അങ്ങനെ തിളപ്പിച്ചുണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കേണ്ട എല്ലാ രീതികളും ഇതിൽ ഞങ്ങൾ തന്നെ ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ബാഗറ്റ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് നടത്തും. ഓക്കെ ഓക്കെ. അപ്പോൾ കർക്കിടകഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ കർക്കിടകഞ്ഞി വാങ്ങിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും തുടർന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇവരായിട്ട് ബന്ധപ്പെടാനും ഇങ്ങോട്ട് വരാനുള്ള ഡ്രസ്സ് രണ്ടത്താണിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. രണ്ടത്താണിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് എങ്ങനെ വരണം, അതിൻ്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറും ഞാനതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എനിക്ക് നല്ല രീതിയിലുള്ള വിശദീകരണം തന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടാൻ നല്ലതാരായിരിക്കും എന്ന എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ തന്നെ ചുക്കാൻ പിടിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. അവരുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ നേരിട്ട് സംസാരിക്കാൻ പോകണം. ആ സംസാരത്തിലൂടെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഡോക്ടറെ, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടു. ഞാനിവിടെ ഇങ്ങോട്ട് കയറി വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം കർക്കിടകഞ്ഞിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണമെന്നും അത് ഒന്ന് വാങ്ങിച്ച് കഴിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ കരുതി. ഡോക്ടർ പേര് എന്തായിരുന്നു? എൻ്റെ പേര് ഷർഹാന. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. വേദിൻ്റെ ആയുർവേദ എൻ്റെ ഓൺ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ നിങ്ങൾ വന്നതുപോലെ നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ പോകുന്നത് കർക്കിടക പാക്കേജും അതുപോലെ കർക്കിടക കഞ്ഞിക്കൂട്ടുമാണ്. ഓക്കെ. ഇനി ഇവിടെ എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്? നമ്മൾ ജനറൽ ആയുർവേദിക് എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ജനറൽ ആയിട്ടുള്ള മൊത്തം കാര്യങ്ങളുണ്ട്, ആയുർവേദമായിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് ഉണ്ട്, സ്പോർട്സ് ഇഞ്ചറി മാനേജ് ചെയ്യുന്നുണ്ട്, വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്, അതുപോലെ നമുക്ക് പ്രസവരക്ഷാ പാക്കേജുകളുണ്ട്. അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പ്രസവരക്ഷയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഗുണം ഒരു ആയുർവേദ ഡോക്ടറെ നിരീക്ഷണത്തിൽ സുഖമായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ പ്രസവ ശുശ്രൂഷ കഴിഞ്ഞ് പോകാൻ നടത്താം. നമ്മൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആയുർവേദ ഡോക്ടർ മാത്രമല്ല, നമുക്ക് സൈക്കോളജിസ്റ്റും ഉണ്ട്. സാറിൻ്റെ കൺസൾട്ടേഷനും നമുക്ക് എപ്പോഴും ഉണ്ടാവും. അവർക്ക് വേണ്ട പാരന്റിങ് ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ പാക്കേജിൽ ത്രൂ ഔട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ആയുർവേദം നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കുന്നോ, ബോഡിക്ക് കൊടുക്കുന്നോ, അതുപോലെ തന്നെ മൈൻഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനം. കാര്യം ഒരു രോഗിയുടെ രോഗം മാറണമെങ്കിൽ ആദ്യം അയാൾ വിശ്വസിക്കണം എന്നുള്ള, എൻ്റെ അസുഖത്തെ എനിക്ക് മറികടക്കാൻ സാധിക്കും എന്ന് അയാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ, അയാൾക്കത് ഉൾക്കൊള്ളാനും സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഫലം ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഡോക്ടർ, ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിൽ കണ്ടത് നിങ്ങൾ മുൻകൂട്ടി ഇവിടെ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. പിന്നെ വേറെ എന്താണ് ഈ മസാജ് എന്താ അങ്ങനെ വല്ല സംവിധാനം ഉണ്ട്? ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് സ്പെഷ്യലായിട്ട് പോകുന്ന കർക്കിടക പാക്കേജ് ആണ്. അതിൽ നമ്മളുടെ പാക്കേജിൽ നമ്മൾ നോർമൽ പോകുന്ന പോലെ ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫേസ് പാക്ക്, ഫുൾ ബോഡി മസാജ്, സ്റ്റീം അങ്ങനെയൊക്കെയുള്ള പാക്കേജസ് പോകുന്നുണ്ട്. അതുകൂടാണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ഇപ്പോൾ ഒരാളുടെ പോലെ അസുഖമായിരിക്കില്ല മറ്റാൾക്ക്. അവർക്ക് എന്താണോ ബുദ്ധിമുട്ട് അതിനനുസരിച്ച് നമ്മൾ ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാം. അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് നമ്മൾ പാക്കേജസ് ചെയ്തു കൊടുക്കും.
ഓക്കെ അതായത് നോർമൽ ഒരു പാക്കേജ് എടുക്കുന്നതിനേക്കാളും എപ്പോഴും ഒരാൾക്ക് നന്നാവുക അയാളുടെ അസുഖത്തിനനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ ബോഡി ഫിസിക്കിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അയാൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ വിഷയം ഞാൻ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സെക്ഷൻ എങ്ങനെ വരിക? വെരിക്കോസ് വെയിൻ ഇപ്പോൾ പറഞ്ഞല്ലോ, പൊതുവെ സ്ത്രീകളിലാണ് അത് കൂടുതൽ കാണാറ്. അത് ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന നമ്മൾ ബസ് കണ്ടക്ടേഴ്സ്, അതുപോലെ ടൈലറിങ്, ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ അത് കൂടുതലായിട്ട് കാണാം. അതുപോലെ വെരിക്കോസ് വെയിന് ഓരോ സ്റ്റേജസും ഉണ്ട്, അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ്. ചിലതിന് നമുക്ക് ഇന്റേണൽ മെഡിസിൻസ് കൊണ്ട് മാത്രം മാറും, ചിലതിന് അതിന്റെ കൂടെ തന്നെ നമ്മൾ പുറത്ത് ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അതേപോലെ തന്നെ ചിലവർക്ക് അത് കാലിലൊക്കെ ഭയങ്കര ഡിസ്കളറേഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. കളർ ചേഞ്ച് വരും, കാലിന്റെ പാദത്തിന് മാത്രമായിട്ട് ചേഞ്ചസ് വരുന്നിട്ടുണ്ടാവാം. ചിലർക്ക് അത് പൊട്ടി ബ്ലീഡിങ് ആവാം, ചിലർക്ക് അത് ഉണങ്ങാത്ത മുറിവുകളാവാം. അപ്പോൾ അതിന് പല ടൈപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ പുറത്ത് ചെയ്യുന്നതിൽ തന്നെ നമ്മൾ തൈലം തേക്കുന്ന പോലത്തെ ട്രീറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ പൊതിഞ്ഞ് അതായത് ഉപനാഹം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അട്ടനെ ചികിത്സ തെറാപ്പി ഉണ്ട്, അതേപോലെ തന്നെ ബ്ലഡ് ലെറ്റിംഗ്, നമ്മൾ ബ്ലഡ് അവിടുന്ന് എടുക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ ഹിജാമ ട്രീറ്റ്മെന്റ്. അത് ഓരോ ആളുടെയും കണ്ടീഷൻ എന്താണ്, അത് ഏത് സ്റ്റേജ് ആണ്, അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഹിജാമ ട്രീറ്റ്മെന്റ് സൗകര്യം ഇവിടെ ഉണ്ടോ? ഇവിടെയാണോ അത് പുറത്തുനിന്ന് ചെയ്യുന്നത്? അല്ല, ഹിജാമ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മെയിൽസിനും ഫീമെയിൽസിനും നമ്മൾ ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. യെസ് യെസ്. അപ്പോൾ എന്തായാലും ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ ബന്ധപ്പെട്ടാൽ. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, എന്തായാലും ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ലൊക്കേഷൻ അതുപോലെ തന്നെ ഒരു കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിന് കൂടെ തന്നെ നമുക്ക് ചെറിയ കാഴ്ചകളും ഈ അഭിമുഖത്തിനിടയിലൂടെ തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ 1-2 കാര്യങ്ങൾ എനിക്ക് കാണാനുണ്ട്. കാണുന്ന കാഴ്ചകൾ എന്തായാലും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കും. അപ്പോൾ ഓക്കെ ഡോക്ടർ, നല്ല രീതിയിൽ വിശദീകരണം തന്നു. താങ്ക് യു.